ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനിലേക്ക് കിടക്കുകയാണ്. ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഡെറ്റേഴ്സ് സിസ്റ്റമാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഡെറ്റേഴ്സ് സിസ്റ്റത്തിൽ ഗുഡ്സ് ആർ സെൻഡ് ഇട്ട് കോസ്റ്റ് പ്രൈസും നോക്കി, ഗുഡ്സ് ആർ സെൻഡ് ഇട്ട് ഇൻവോയ്സ് പ്രൈസും നോക്കി. ഈ ബ്രാഞ്ച് അക്കൗണ്ടിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം. രണ്ടാമത്തെ സിസ്റ്റം സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം. ഇത്ര സിസ്റ്റംസിൻ്റെയൊക്കെ ക്ലാസ്സുകൾ പ്രീവിയസ് വീഡിയോസ് നോക്കണം. ഓക്കെ, സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റത്തിലും രണ്ട് രീതിയിൽ ഗുഡ്സ് അയക്കാറുണ്ട്. ഒന്ന്, വെൻ ഗുഡ്സ് ആർ സെൻഡ് അറ്റ് കോസ്റ്റ് പ്രൈസ്, അതായത് എക്സാക്റ്റ് എത്രയാണോ കോസ്റ്റ് അതേ പ്രൈസിൽ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് അയക്കുന്നത്. ദെൻ രണ്ടാമത്തത്, വെൻ ഗുഡ്സ് ആർ സെൻഡ് അറ്റ് ഇൻവോയ്സ് പ്രൈസ്, കോസ്റ്റ് പ്രൈസിനോടൊപ്പം എന്തും കൂടെ ആഡ് ചെയ്യും, പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തതിന് ശേഷം അയക്കുന്നതിനാണ് ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, 25%, 20% കോസ്റ്റിനോടൊപ്പം ഇത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്ത് ഗുഡ്സ് അയക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ഇൻവോയ്സ് പ്രൈസ്. സോ നമ്മളിവിടെ നോക്കുന്നത് വെൻ ഗുഡ്സ് ആർ സെൻഡ് അറ്റ് ഇൻവോയ്സ് പ്രൈസിൻ്റെ ക്വസ്റ്റ്യൻസാണ്. കോസ്റ്റ് പ്രൈസ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് എളുപ്പമാണ്. സോ ഇൻവോയ്സ് പ്രൈസിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നമ്മളിവിടെ പഠിക്കുന്നത്. കോസ്റ്റ് പ്രൈസിനേക്കാളും ഇൻവോയ്സ് പ്രൈസിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് പഠിക്കുന്നത്. സോ വളരെ ടഫാണ്, വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 6 അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോന്നിനും ഇൻഡിവിജ്വൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടാണ്. സ്റ്റോക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഇതിൽ റെക്കോർഡ് ചെയ്യും. ദെൻ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് രണ്ടാമത്തത്. ദെൻ ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട്. ദെൻ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് വെച്ചാൽ പ്രിപ്പയർ ചെയ്യേണ്ടത് ഓൺലി സെൻഡ് അറ്റ് ഇൻവോയ്സ് പ്രൈസ്, റിക്വയർഡ് ഓൺലി വെൻ ഗുഡ്സ് ആർ സെൻഡ് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. ഇൻവോയ്സ് പ്രൈസിൽ ഗുഡ്സ് അയക്കുമ്പോൾ മാത്രമേ ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത പക്ഷം ഏത് പ്രിപ്പയർ ചെയ്യേണ്ട, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ദെൻ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ലാസ്റ്റ് വൺ ഈസ് ഗുഡ്സ് സെൻഡ് ടു ദ ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 6ാമത്തെ അക്കൗണ്ട്. ഇങ്ങനെ 6 അക്കൗണ്ടുകളാണ് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റത്തിൽ നമുക്ക് ആവശ്യമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. 1 by 1 ആയിട്ട് നോക്കാം. ബ്രാഞ്ച് സ്റ്റോക്ക്, ബ്രാഞ്ച് ഡെറ്റേഴ്സ്, ബ്രാഞ്ച് എക്സ്പെൻസസ്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഇങ്ങനെ 6 അക്കൗണ്ടുകൾ. ഫസ്റ്റ് വൺ, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റിൽ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് വിത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക്, ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യും. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് ചിലപ്പം തരണമെന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ക്വസ്റ്റനിലുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. ദെൻ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ആണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്ക് അയച്ച ഗുഡ്സ് എത്രയാണോ അത് എത്രയാണെന്ന് എഴുതുക. ദെൻ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ഡെറ്റേഴ്സ്, അതായത് കസ്റ്റമേഴ്സ് എങ്ങോട്ടേക്ക് തിരിച്ചയച്ചത്, ബ്രാഞ്ചിലേക്ക് തിരിച്ചയച്ചു. ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമേഴ്സ്, ശ്രദ്ധിക്കണം, റിട്ടേൺഡ് ബൈ കസ്റ്റമേഴ്സാണ്, കസ്റ്റമേഴ്സ് ബ്രാഞ്ചിലേക്ക് തിരിച്ചയച്ച ഗുഡ്സ് എത്രയാണോ അത്. ദെൻ സർപ്ലസ് ഇൻ സ്റ്റോക്ക്. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഗുഡ്സ് റിട്ടേൺഡ് ബൈ ഡെറ്റേഴ്സ്, ദെൻ സർപ്ലസ് ഇൻ സ്റ്റോക്ക്. ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ക്യാഷ് സെയിൽസ്, സെയിൽസ് അടക്കുമ്പോൾ ക്യാഷ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ്, ലോസ് ഓഫ് ഗുഡ്സ്, അതായത് ഡിഫക്റ്റീവ് ഗുഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ലോസ് ഓഫ് ഗുഡ്സ്. ദെൻ ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ്, ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് എന്തെങ്കിലും ഗുഡ്സ് തിരികെ അയച്ചാൽ, അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് അയച്ചു കഴിഞ്ഞാൽ അത് ക്രെഡിറ്റ് സൈഡിൽ. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഷോർട്ടേജ്. ഓക്കെ, ചില ക്വസ്റ്റ്യൻസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിരിക്കും. ക്ലോസിംഗ് സ്റ്റോക്കാണ് തന്നിരിക്കുന്നതെങ്കിൽ അവിടെ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ ഷോർട്ടേജ് ആയിരിക്കും, ഷോർട്ടേജ് അല്ലെങ്കിൽ സർപ്ലസ് ആയിരിക്കും. ഓക്കെ, ചില ക്വസ്റ്റ്യൻസിൽ എന്തായിരിക്കും, ഷോർട്ടേജോ അല്ലെങ്കിൽ സർപ്ലസ് എന്താണെന്ന് തന്നിരിക്കുക, അല്ലെങ്കിൽ എല്ലാ ഐറ്റംസും തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടിരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും. അപ്പോൾ ഒന്നുകിൽ സർപ്ലസ്, അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക്, അല്ലെങ്കിൽ ഷോർട്ടേജ്, ഇത് മൂന്നിൽ ഏതെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരിക. ഓക്കെ, ഇനി സംടൈംസ് ചിലപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ രണ്ട് സൈഡും ഈക്വലായും പോവാം. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസിൽ രണ്ടും ഈക്വലായി പോകാം, ഷോർട്ടേജോ സർപ്ലസോ ഉണ്ടാകണമെന്നില്ല. സോ ശ്രദ്ധിച്ചോണം. ഓക്കെ, ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സർപ്ലസ്, ലോസ് ഓഫ് ഗുഡ്സ്, ഷോർട്ടേജ്, 3 ഐറ്റംസ് ശ്രദ്ധിക്കുക. സർപ്ലസ്, ലോസ് ഓഫ് ഗുഡ്സ്, ഷോർട്ടേജ്. ഈ 3 ഐറ്റംസിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ, വരണമെന്നില്ല, വന്നു കഴിഞ്ഞാൽ
നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ കോസ്റ്റും ലോഡഡ് പ്രൈസും കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ഇൻവോയ്സ് പ്രൈസിൽ ഗുഡ്സ് അയക്കുകയാണെങ്കിൽ ഷോർട്ടേജോ സർപ്ലസോ ലോസ് ഓഫ് ഗുഡ്സോ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കണം? സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് എത്ര, പ്രോഫിറ്റ് എത്ര എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ഒന്നുകിൽ അല്ലെങ്കിൽ എളുപ്പത്തിന് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യമൊക്കെ, നമ്മുടെ ബ്രാഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ്. ബ്രാഞ്ചിലേക്ക് വരുന്ന ഗുഡ്സിൻ്റെ ഇൻഫ്ലോ, അതായത് ബ്രാഞ്ചിലേക്ക് വരുന്ന ഗുഡ്സിൻ്റെ ഇൻഫ്ലോ ഡെബിറ്റ് സൈഡിലും ബ്രാഞ്ചിൽ നിന്ന് ഗുഡ്സ് പോയ ഔട്ട്ഫ്ലോ ക്രെഡിറ്റ് സൈഡിലും. ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും. ഓപ്പണിംഗ് സ്റ്റോക്ക് ബ്രാഞ്ചിലേക്ക് വരുന്നത് ഗുഡ്സ് ആൻഡ് ടു, ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് അയക്കുന്നത്, ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമേഴ്സ് ബ്രാഞ്ചിലേക്ക് അയക്കുന്നത്. ഇതെല്ലാം ഇൻഫ്ലോ ആണ്, സ്റ്റോക്കിൻ്റെ ഇൻഫ്ലോ. ഔട്ട്ഫ്ലോ എന്ന് വെച്ചാൽ എന്താ? ക്യാഷ് സെയിൽസ് നടക്കുമ്പോഴത്തേക്കും ഗുഡ്സ് പോകും, ക്രെഡിറ്റ് സെയിൽസ് നടക്കുമ്പോഴും ഗുഡ്സ് പോകും. ലോസ് ഓഫ് ഗുഡ്സ് ഉണ്ടായാലും ഗുഡ്സ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. ദെൻ ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസിലേക്ക് അയക്കുമ്പോഴും നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് ആ ഗുഡ്സ് പോവുകയാണ്. സോ എന്താണ്? ഇൻഫ്ലോ വരുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് സൈഡിലും ഔട്ട്ഫ്ലോ വരുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലും. ഇതാണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. അടുത്ത അക്കൗണ്ട് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്. ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് നമ്മൾ ഇതിനു മുമ്പ് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റേഴ്സ് സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഐറ്റംസ് തന്നെയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏതെങ്കിലും 3 ഐറ്റം. ബ്രാഞ്ച് സ്റ്റോക്ക്, അതായത് ക്രെഡിറ്റ് സെയിൽസോ, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സോ, അല്ലെങ്കിൽ ക്ലോസിംഗ് ഡെറ്റേഴ്സോ. ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് മിസ്സാണെങ്കിലാണ് നമ്മൾ ഏത് പ്രിപ്പയർ ചെയ്യുക? ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. സോ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും കണ്ടുപിടിക്കേണ്ടി വരിക. സംടൈംസ് ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും ബാലൻസിങ് ഫിഗർ. ക്രെഡിറ്റ് സൈഡ് ഫുള്ള് ചെയ്തിട്ട് ഡെബിറ്റ് സൈഡ് കുറവാണെങ്കിൽ ആ ബാലൻസിങ് ഫിഗർ എന്തായിരിക്കും? ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ്, ഇൻഫാക്റ്റ് ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് കുറവെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യും? ക്ലോസിംഗ് ഡെറ്റേഴ്സ് ആയിട്ട് കണക്കാക്കും. ഇത് രണ്ടും തന്നിരിക്കുന്ന സിറ്റുവേഷനിൽ ഏതായിരിക്കും? ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസും ബാലൻസ് ബ്രോഡ് ഓൺ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ. ദെൻ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞാണ് നമ്മളിവിടെ എഴുതുന്നത്. ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എഴുതുന്നത് എന്തെന്ന് പറഞ്ഞ് എഴുതും? ബ്രാഞ്ച് സ്റ്റോക്ക്. ക്രെഡിറ്റ് സെയിൽസിനെ എന്തെന്ന് പറഞ്ഞ് എഴുതും? ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് എഴുതും. ദെൻ ക്രെഡിറ്റ് സൈഡിൽ ഏതൊക്കെ? ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്, അലവൻസസ്, ഡിസ്കൗണ്ട്, ബാഡ് ഡെറ്റ്സ്, റിട്ടേൺസ്, ദെൻ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ്. സോ ശ്രദ്ധിക്കുക, നമ്മൾ എന്തൊക്കെയാണ്? ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ടുപിടിക്കേണ്ടി വരുന്നത് ബ്രാഞ്ച് സ്റ്റോക്ക് ആയിരിക്കും, അതായത് ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും. ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടി വരുന്നത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് ആയിരിക്കും. ഇത് രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടി വരുന്നത് ഏതാണ്? ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ആയിരിക്കും ബാലൻസിങ് ഫിഗറായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത അക്കൗണ്ട് ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട്. എക്സ്പെൻസുകൾക്ക് വേണ്ടി മാത്രമുള്ള സെപ്പറേറ്റ് അക്കൗണ്ടാണ്. കമ്പനിക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ബ്രാഞ്ചിനുണ്ടാകുന്ന ചിലവുകളെല്ലാം നമ്മളിവിടെ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. സോ ഇതിൽ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ്, ഒന്ന് ബ്രാഞ്ച് ഡെറ്റേഴ്സ്, അതായത് നമ്മൾ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും അലവൻസുകളോ ഡിസ്കൗണ്ടുകളോ ബാഡ് ഡെറ്റ്സോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യും? ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. ഓക്കെ, എന്തെന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യും. എന്തെങ്കിലും ബ്രാഞ്ച് ഡെറ്റേഴ്സിന്, അതായത് നമ്മൾ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ എന്തെങ്കിലും ഡിസ്കൗണ്ടോ അലവൻസോ ബാഡ് ഡെറ്റ്സോ ക്വസ്റ്റനിലുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞ് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൻ്റെ ഇവിടെ റെക്കോർഡ് ചെയ്യും? ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. ദെൻ നോർമലായിട്ട് കമ്പനിയിൽ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന എന്തെങ്കിലും ബ്രാഞ്ച് എക്സ്പെൻസുകൾ, റെൻറ്റ്, വേജസ്, സാലറീസ്, റേറ്റ്സ് തുടങ്ങിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. സോ ഡെബിറ്റ് സൈഡിൽ വരുന്ന 2 ഐറ്റംസ്, ഒന്ന് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്, രണ്ടാമത്തത് ടു ബാങ്ക്. ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ എന്താണ് നമ്മൾ എഴുതുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള ബാഡ് ഡെറ്റ്സോ അലവൻസുകളോ ഡിസ്കൗണ്ടുകളോ ക്വസ്റ്റനിലുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. ദെൻ ക്യാഷായിട്ട് എന്തെങ്കിലും എക്സ്പെൻസുകൾ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ സാലറീസോ വേജസോ റെൻറ്റോ ഔട്ട്സ്റ്റാൻഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. ഇത് രണ്ടും ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്നതാണ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ബാലൻസ് നമ്മൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ബാലൻസിങ് ഫിഗറിനെ. അടുത്ത അക്കൗണ്ടാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എപ്പോൾ മാത്രമേ പ്രിപ്പയർ ചെയ്യുള്ളൂ? വെൻ ദ ഗുഡ്സ് ആർ സെൻഡ് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. ഇൻവോയ്സ് പ്രൈസിലാണ് അയക്കുന്നതെങ്കിൽ. അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ടിൽ ഇൻവോയ്സ് പ്രൈസ് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. അതായത് അഡീഷണൽ ആയിട്ടുള്ള കോസ്റ്റിനോടൊപ്പമുള്ള അഡീഷണൽ ആയിട്ടുള്ള എമൗണ്ട് മാത്രമേ ഇവിടെ
റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഐറ്റംസ് എന്ന് വെച്ചാൽ ക്ലോസിംഗ് സ്റ്റോക്ക് റിസർവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ദെൻ പ്രോഫിറ്റ് എലമെൻറ്റ് ഓഫ് സ്റ്റോക്ക് ഷോർട്ടേജ് വരുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രോഫിറ്റ് എലമെൻറ്റ് ഉണ്ടെങ്കിൽ അത്, ദെൻ വാല്യൂ ഓഫ് ലോസ് ഇൻ വെയ്റ്റ്, അതായത് ലോസ് ഓഫ് ഗുഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അഡീഷണൽ, അത് ഞാൻ പറഞ്ഞില്ലേ എക്സ്ട്രാ എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പം വാല്യൂ ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത്, ലോസ് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 100 rupees ആണെന്ന് വയ്ക്കുക. 100 rupees ആണെങ്കിൽ 100 rupees ആണെങ്കിൽ ഗുഡ്സ് സെൻഡ് ചെയ്തിരിക്കുന്നത് 25%, അതായത് കോസ്റ്റ് പ്ലസ് 25%-ലാണെങ്കിൽ നമ്മൾ ഇൻവോയ്സ് പ്രൈസ് എങ്ങനെ എടുക്കും? 25/125. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ രണ്ടെണ്ണം കണ്ടുപിടിക്കണം. ഒന്ന് കോസ്റ്റ് പ്രൈസ്, രണ്ടാമത്തത് ഇൻവോയ്സ് അല്ലെങ്കിൽ ലോഡഡ് കണ്ടുപിടിക്കണം. ലോഡഡ് എങ്ങനെ കണ്ടുപിടിക്കും? 100 × 25/125. ഓക്കെ, 100/125 എന്ന് പറഞ്ഞാൽ ₹20. ഓക്കെ, കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 100-ൽ നിന്നും ഈ 20 കുറയുമ്പോൾ ബാലൻസ് ഉള്ളത്, അതായത് 80. ഇതാണ് കോസ്റ്റ് പ്രൈസ്. ഇതെന്താണ്? ലോഡഡ് പ്രൈസ്. 100 ആയില്ലേ? ഓക്കെ, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ? ഈ കിട്ടിയ 20 മാത്രമേ ഇവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ. അതാണ് ഈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പ്രത്യേകത. അതായത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള സ്റ്റോക്ക് റിസർവുകൾ അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് മാത്രമേ ഏതിൽ റെക്കോർഡ് ചെയ്യൂ? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. സോ എന്തൊക്കെയാണ് ഡെബിറ്റ് സൈഡിൽ? ക്ലോസിംഗ് സ്റ്റോക്ക് റിസർവ് ഉണ്ടെങ്കിൽ അത്, എന്തെങ്കിലും ഷോർട്ടേജിൽ പ്രോഫിറ്റ് എലമെൻറ്റ് ഉണ്ടെങ്കിൽ വാല്യൂ ഓഫ് ലോസ് ഇൻ വെയ്റ്റ്. ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് റിസർവ്, ലോഡിംഗ് ഓൺ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതായത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിലുള്ള അഡീഷണൽ വെയിറ്റേജ്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ദെൻ പ്രോഫിറ്റ് എലമെൻറ്റ് ഓഫ് സ്റ്റോക്ക് സർപ്ലസ്, എന്തെങ്കിലും ബാലൻസ് വരുന്ന ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യും? ട്രാൻസ്ഫർ ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവാണെങ്കിൽ ബാലൻസിങ് ഫിഗർ ഗ്രോസ് ലോസ്, ഇത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് മാത്രമേ അവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ? ഇൻവോയ്സ് പ്രൈസ് അല്ലെങ്കിൽ അഡീഷണൽ പ്രൈസ് മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരുപാട് ഇതൊന്നുമില്ല. അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്ത ബാക്കി അക്കൗണ്ടുകളിൽ നിന്നുള്ള ബാലൻസുകളാണ് ഏത് അക്കൗണ്ടിൽ വരുന്നത്? ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നത്. ബ്രാഞ്ച് സ്റ്റോക്കിലതും ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിലത്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റിലത്, ബ്രാഞ്ച് എക്സ്പെൻസുകൾ, ഈ അക്കൗണ്ടുകളിലുള്ള ബാലൻസുകൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്താണ് ഈ അക്കൗണ്ടിൽ വരുന്നത്. സോ ഡെബിറ്റ് സൈഡിൽ ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട്, അവിടെ കിട്ടിയ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ്, കോസ്റ്റ് ഷോർട്ടേജ്, അതായത് ഷോർട്ടേജിലുള്ള ഗുഡ്സിൻ്റെ ആ കോസ്റ്റ് എത്രയാണ്, അതായത് ആ കോസ്റ്റ് എത്രയാണ് ആ എമൗണ്ടിൻ്റെ പ്രൈസ് മാത്രം ഇങ്ങോട്ടേക്കും. ദെൻ ക്രെഡിറ്റ് സൈഡിൽ ബൈ ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്ത്, ദെൻ കോസ്റ്റ് ഓഫ് സർപ്ലസ് ഉണ്ടെങ്കിൽ, ഓക്കെ, ദെൻ എനി എമൗണ്ട് റിക്കവർ ഫ്രം ഇൻഷുറൻസ് കമ്പനി. നമുക്ക് ഗുഡ്സ് ലോസ് ആവുകയോ അതിന് ഇൻഷുറൻസ് കമ്പനി എന്തെങ്കിലും എമൗണ്ട് തരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ നെറ്റ് ലോസ് ആയിരിക്കും അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. സോ ശ്രദ്ധിക്കുക, സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ളതാണ്. മിനിമം നമ്മൾ എത്ര അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും? 6 അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കെയർഫുള്ളായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറേ കൂടെ ക്ലിയർ ആവും. സോ നമുക്കടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ: ബ്രദേഴ്സ് ഏജൻസീസ് കല്ലൂർ ഹാസ് എ ബ്രാഞ്ച് അറ്റ് പത്തനാപുരം, and in order to maintain strict control on branch stock, invoices goods to branch at a selling price which is made at a profit of 20% on cost. കല്ലൂരുള്ള ബ്രദേഴ്സ് ഏജൻസീസ് അവരുടെ പത്തനാപുരത്തുള്ള ബ്രാഞ്ചിലേക്ക് ബ്രാഞ്ചുണ്ട്, അവർക്ക് ഗുഡ്സ് അയക്കുന്നത്. ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ കാര്യത്തിലും പ്രോഫിറ്റിൻ്റെ കാര്യത്തിലും സ്ട്രിക്റ്റ് കൺട്രോൾ വേണ്ടത് കൊണ്ട് അവർ ഗുഡ്സ് അയച്ചിരിക്കുന്നത് ഇൻവോയ്സ് പ്രൈസിലാണ് അയച്ചിരിക്കുന്നത്. എങ്ങനെ? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 20% ആണ് കോസ്റ്റിൻ്റെ 20%ലാണ് അവർ അയച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നെസസറി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഫ്രം ദി ഫോളോയിങ് പ്രിപ്പയർ നെസസറി അക്കൗണ്ട്സ് അണ്ടർ സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റം.
ഓക്കെ. സോ ഇവിടെ എന്താണ്, ഗുഡ്സ് ആർ സെൻഡ് അറ്റ് ഇൻവോയ്സ് പ്രൈസ് ആണ്. സോ അതേപോലെ കെയർഫുള്ളായിട്ട് ചെയ്യണം. സോ ഐറ്റംസ് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് അറ്റ് ദി ബിഗിനിങ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ വരും? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ. ദെൻ ഡെറ്റേഴ്സ് അറ്റ് ബ്രാഞ്ച് അറ്റ് ദി ബിഗിനിങ്. ഓപ്പണിങ്ങിലുള്ള ഡെറ്റേഴ്സ് ഇതെവിടെ വരും? ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട്. ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡ്യൂറിങ് ദ ഇയർ. ആ വർഷം ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് അയച്ചത് 3,10,000. ഇതെവിടെ കാണും? ഇത് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ. ദെൻ റിട്ടേൺസ് ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസിലേക്ക് തിരിച്ചയച്ചത്. സോ ഇതും ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ. ദെൻ ക്യാഷ് സെയിൽസ് 1,20,000. ടോട്ടൽ സെയിൽസാണ് പിന്നെ തന്നിരിക്കുന്നത് 2,37,000. സോ ക്യാഷ് സെയിൽസും ടോട്ടൽ സെയിൽസും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ സെയിൽസിൽ നിന്നും ക്യാഷ് സെയിൽസ് കുറച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽസ് കിട്ടും. ഓക്കെ. ദെൻ ക്യാഷ് സെയിൽസും ആയിക്കോട്ടെ, ക്യാഷ് സെയിൽസ് എവിടെ വരും? സ്റ്റോക്ക് അക്കൗണ്ടിൽ വരും. ദെൻ ക്രെഡിറ്റ് സെയിൽസ് സ്റ്റോക്ക് അക്കൗണ്ടിലും വരും, അതുപോലെ തന്നെ എവിടെയും വരും? ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിലും വരും. ഓക്കെ. ദെൻ റെസീവ്സ് ഫ്രം ഡെറ്റേഴ്സ്, അതായത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് എത്രയുണ്ട്? 88,000. 88,000 രൂപ ഡെറ്റേഴ്സിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ആണ് റെസിപ്റ്റ്സ് ഫ്രം ഡെറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡിസ്കൗണ്ട് ആൻഡ് അലവൻസസ് ടു ഡെറ്റേഴ്സ്. ഡിസ്കൗണ്ട് ആൻഡ് അലവൻസസ് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ വരും, അതുപോലെ തന്നെ എവിടെയും വരും? ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ടിലും വരും. കെയർഫുള്ളായിട്ട് ചെയ്യുക. ദെൻ റിട്ടേൺസ് ബൈ ഡെറ്റേഴ്സിൽ നിന്നും തിരിച്ച് കിട്ടിയത് 2 അക്കൗണ്ടിൽ വരും. ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിലും വരും, അതുപോലെ തന്നെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിലും വരും. അതായത് റിട്ടേൺസ് ടു ബ്രാഞ്ചാണ്, ബ്രാഞ്ചിലേക്ക് തിരിച്ചു വന്നതാണ്. ഇൻഫ്ലോ ഓഫ് സ്റ്റോക്കാണ്. ദെൻ റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസിന് വേണ്ടി എവിടെ റെമിറ്റ് ചെയ്ത്? ബ്രാഞ്ചിലേക്ക് റെമിറ്റ് ചെയ്യുന്നത്. സോ എന്താണ്? എക്സ്പെൻസസ് ആണ്. ഇതെവിടെ വരും? ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ടിൽ വരും. ദെൻ സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ ദി ക്ലോസിംഗ് ഡേറ്റിലുള്ള സ്റ്റോക്ക്, അതായത് ബാലൻസ് ക്യാരിഡ് ഓൺ, സ്റ്റോക്ക് അക്കൗണ്ടിലെ ബാലൻസ് ക്യാരിഡ് ആണ്. ദെൻ എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ദി ക്ലോസിംഗ് ഡേറ്റിലുള്ള എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ്. സോ ഇതാണ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. എത്ര അക്കൗണ്ട് വേണം? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്, ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ബിക്കോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്? ഗുഡ്സ് ആർ സെൻഡ് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. ദെൻ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ലാസ്റ്റ് വൺ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ലാസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ ഫോർമാറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പഠിക്കാം. നമുക്ക് ഇത്രയും പ്രിപ്പയർ ചെയ്യണം. ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി നോട്ടിലേക്ക് എഴുതിയതിന് ശേഷം ബാക്കി ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇൻവോയ്സ് പ്രൈസ് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. സോ ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? പ്രോഫിറ്റ് ഓഫ് 20% ഓൺ കോസ്റ്റ്. സോ കോസ്റ്റ് പ്ലസ് 20% ആണ് ക്വസ്റ്റ്യനിലെ ഇൻവോയ്സ് പ്രൈസ്. അത് ആദ്യമേ വർക്കിംഗ് നോട്ടിൽ കണ്ടുപിടിക്കുക. ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവോയ്സ് പ്രൈസ് മീൻസ് കോസ്റ്റ് പ്ലസ് 20% ആണ് ഈ ക്വസ്റ്റ്യനിൽ. ഇൻവോയ്സ് പ്രൈസ് എന്ന് വെച്ചാൽ കോസ്റ്റ് പ്ലസ് 20% ആണ് ഈ ക്വസ്റ്റ്യനിൽ. കോസ്റ്റ് ഓൾവേസ് എത്രയായിരിക്കും? 100 ആയിരിക്കും. പ്ലസ് 20% എന്ന് ഉദ്ദേശിക്കുന്നത് 120 ഗുഡ്സ് അയച്ചിരിക്കുന്നത്. 120 രൂപ 120%ലാണ് ഗുഡ്സ് സെൻഡ് ചെയ്തിരിക്കുന്നത്. സോ ലോഡഡ് പ്രൈസ് മീൻസ് എന്ന് വെച്ചാൽ എത്രയാണ്? 20/120. ദാറ്റ് മീൻസ് 1/6 അല്ലെങ്കിൽ 16.66 എന്ന് പറഞ്ഞിട്ട് പോകും. ഓക്കെ, 16 വേണ്ട. സോ നമുക്ക് ഫോർ ദ ഈസി കാൽക്കുലേഷൻ നമ്മൾ എന്തെടുക്കും? 1/6 എന്നുള്ളതാണ് ഇവിടെ എടുക്കുന്നത്. സോ ലോഡഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എടുക്കുന്നത് 1/6 ആണ് ഇൻവോയ്സ് പ്രൈസിൽ. ഓക്കെ. സോ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഒന്നുകൂടെ നോക്കാം. ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഗുഡ്സ് റിട്ടേൺഡ് ബൈ ഡെറ്റേഴ്സ്, ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ്, ലോസ് ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും, ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസിലേക്ക് തിരിച്ചയച്ചത്, ക്ലോസിംഗ് സ്റ്റോക്കോ ഷോർട്ടേജോ എന്തെങ്കിലും ബാലൻസ് വരുന്നെങ്കിൽ. സോ ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ദ ഫസ്റ്റ് ഐറ്റം സ്റ്റോക്ക് ഓഫ് ബ്രാഞ്ച് അറ്റ് ദി ബിഗിനിങ്ങിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. സോ ഇത് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുക്കും. എവിടെ റെക്കോർഡ് ചെയ്യും? ഡെബിറ്റ് സൈഡ് ഓഫ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ദെൻ രണ്ടാമത്തത് ഡെറ്റേഴ്സ് അറ്റ് ബ്രാഞ്ച് അറ്റ് ദി ബിഗിനിങ്. ഇത് ഏതാണ്? ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിലാണ് വരുന്നത്, നമ്മുടെ അക്കൗണ്ടിലേക്ക് ആവശ്യമില്ല. ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡ്യൂറിങ് ദി ഇയർ. ആ വർഷം ബ്രാഞ്ചിലേക്ക് അയച്ച ഗുഡ്സ് എത്രയുണ്ട്? 3,15,000. സോ ഇത് എവിടെ റെക്കോർഡ് ചെയ്യും? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് റിട്ടേൺസ് ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസിലേക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്ത് 15,000 ഉണ്ട്. സോ ഇത് എന്ത് ചെയ്യും?
റെക്കോർഡ് ചെയ്യും, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യും. ദെൻ ക്യാഷ് സെയിൽസ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എവിടെ റെക്കോർഡ് ചെയ്യും? സോ ഇത് പറഞ്ഞില്ലല്ലോ, ഗുഡ് സെൻഡ് ടു ബ്രാഞ്ച് ഡ്യൂറിങ് ദി ഇയർ എവിടെയും ഡെബിറ്റ് സൈഡ് ഓഫ് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ദെൻ റിട്ടേൺസ് ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ്, ക്രെഡിറ്റ് സൈഡ് ഓഫ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ദെൻ ക്യാഷ് സെയിൽസ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ദെൻ ടോട്ടൽ സെയിൽസിൽ നിന്ന് ക്യാഷ് സെയിൽസ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ക്രെഡിറ്റ് സെയിൽസ് കിട്ടും. അതായത് ടോട്ടൽ സെയിൽസ് 2,37,000 മൈനസ് ക്യാഷ് സെയിൽസ് 1,20,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 1,17,000 കിട്ടും. ഈ 1,17,000 ആണ് ക്രെഡിറ്റ് സെയിൽസ്. ഓക്കെ, ക്രെഡിറ്റ് സെയിൽസ് എങ്ങനെ റെക്കോർഡ് ചെയ്യും? ക്രെഡിറ്റ് സെയിൽസ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ എവിടെ റെക്കോർഡ് ചെയ്യും? ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. അതുപോലെ തന്നെ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. ശ്രദ്ധിച്ചോണം, ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്ന ഐറ്റം 2 റെക്കോർഡിംഗ് ഉണ്ട്. ഒന്ന് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ, രണ്ടാമത്തത് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 1,17,000. ഓക്കെ, ദെൻ റെസീപ്റ്റ്സ് ഫ്രം ഡെറ്റേഴ്സ്, ദെൻ ഡിസ്കൗണ്ട് അലവൻസസ് ടു ഡെറ്റേഴ്സ്, ഇതെല്ലാം ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ. റിട്ടേൺസ് ബൈ ഡെറ്റേഴ്സ്, അതായത് കസ്റ്റമേഴ്സിൽ നിന്നും തിരിച്ച് ബ്രാഞ്ചിലേക്ക് വന്നത്. സോ ഇതെവിടെ റെക്കോർഡ് ചെയ്യും? ഇത് ഡെബിറ്റ് സൈഡ് ഓഫ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ദെൻ റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ്, സോ എക്സ്പെൻസസ് അക്കൗണ്ടിൽ സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ ദി ക്ലോസിംഗ് ഡേറ്റിലുള്ള ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ക്രെഡിറ്റ് സൈഡ് ഓഫ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ദെൻ എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ദി ക്ലോസിംഗ് ഡേറ്റ്, അത് എക്സ്പെൻസസ് അക്കൗണ്ടിൽ. സോ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഐറ്റം സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് അറ്റ് ദി ബിഗിനിങ്, ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് എമൗണ്ട് 30,000, 30,000. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡെറ്റേഴ്സ് അറ്റ് ബ്രാഞ്ച്, അത് വേണ്ട. ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡ്യൂറിങ് ദി ഇയർ, ആ വർഷം ബ്രാഞ്ചിലേക്ക് അയച്ച ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എവിടെ റെക്കോർഡ് ചെയ്യും? ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ആ വർഷം അയച്ച എത്ര? 3,15,000, 3,15,000. ഓക്കെ, ദെൻ അടുത്തത് റിട്ടേൺസ് ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസിലേക്ക് ബ്രാഞ്ച് അയച്ചതാണ് ക്രെഡിറ്റ് സൈഡ് ഓഫ് സ്റ്റോക്ക് അക്കൗണ്ട്. സോ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ബ്രാക്കറ്റിൽ റിട്ടേൺസ് എന്ന് കൊടുത്തേക്കാം. ഓക്കെ, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് എഴുതുക, ഇതിൻ്റെ ബ്രാക്കറ്റിൽ റിട്ടേൺസ്. എത്ര രൂപയുടെ ഗുഡ്സാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്? 15,000. ഓക്കെ, 15,000 ഗുഡ്സാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ദെൻ ക്യാഷ് സെയിൽസ് ഇവിടെ റെക്കോർഡ് ചെയ്യും ക്രെഡിറ്റ് സൈഡ് ഓഫ് സ്റ്റോക്ക് അക്കൗണ്ട്. ബൈ ബാങ്ക് എന്ന് പറഞ്ഞാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ബ്രാക്കറ്റിൽ ക്യാഷ് സെയിൽസ് ഫോർ യുവർ റെഫറൻസ്. ക്യാഷ് സെയിൽസ് എത്രയുണ്ട്? 1,20,000. നെക്സ്റ്റ് ക്രെഡിറ്റ് സെയിൽസ്. ശ്രദ്ധിക്കുക, ക്രെഡിറ്റ് സെയിൽസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ക്രെഡിറ്റ് സെയിൽസ് എന്നല്ല എഴുതേണ്ടത്, പകരം ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്ന് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാണ് റെക്കോർഡ് ചെയ്യണം. ക്രെഡിറ്റ് സെയിൽസ് എഴുതുമ്പോഴത്തേക്കും ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്നാണ് എഴുതേണ്ടത്. ക്രെഡിറ്റ് സെയിൽസ് ഫോർ റെഫറൻസ്. ക്രെഡിറ്റ് സെയിൽസ് ആണ് എഴുതിയത്. 1,17,000 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 1,17,000. നെക്സ്റ്റ് റെസീപ്റ്റ് ഫ്രം ഡെറ്റേഴ്സ് നമുക്കിതിൽ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റോക്ക് അക്കൗണ്ടിൽ ആവശ്യമില്ല. ദെൻ ഡിസ്കൗണ്ട് അലവൻസസ് ടു ഡെറ്റേഴ്സ് ആവശ്യമില്ല. റിട്ടേൺസ് ബൈ ഡെറ്റേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൽ നിന്ന് തിരികെ വന്നത്. ഓക്കെ, സോ ബ്രാഞ്ചിലേക്കാണ് തിരികെ വന്നത്. സോ ഇത് ഇൻഫ്ലോ ആണ്. എന്തെന്ന് പറഞ്ഞ് എഴുതും? റിട്ടേൺസ് ഫ്രം കസ്റ്റമേഴ്സ് ആണെങ്കിൽ അത് ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറയും. ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞ് എഴുതും. എന്താണ്? റിട്ടേൺസ് കസ്റ്റമേഴ്സിൽ നിന്ന് തിരിച്ചു വന്നതാണ്. ഇത് എന്ത് റിട്ടേൺസ് ആണ്? സെയിൽസ് റിട്ടേൺസ് ആണ്. എത്ര രൂപയുടെ സെയിൽസ് റിട്ടേൺസ് ഉണ്ട്? 6,000, 6,000 രൂപയുടെ സെയിൽസ് റിട്ടേൺസ് ഉണ്ട്. ഓക്കെ, ദെൻ റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ് നമുക്ക് ആവശ്യമില്ല. സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ ദി ക്ലോസിംഗ് ഡേറ്റിലുള്ള സ്റ്റോക്ക്.
ബ്രാഞ്ച് ബാലൻസ് ക്യാരിഡ് ഓൺ. ബാലൻസ് ക്യാരിഡ് ഓൺ എത്രയുണ്ട് ക്ലോസിംഗ് ഡേറ്റിലുള്ളത്? 96,000, 96,000. ഓക്കെ, ദെൻ നമുക്ക് ബാലൻസ് ചെയ്ത് നോക്കാം. കൂടുതൽ എവിടെയാണെന്ന് നോക്കാം. സോ 30,000 പ്ലസ് 3,15,000, 6,000 കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടൽ 3,51,000 കിട്ടും. 3,51,000 ഇവിടെയാണ് കൂടുതൽ. അത് നോക്കിക്കോണം ക്വസ്റ്റ്യനിൽ ചെയ്യുമ്പോൾ ഇവിടെയാവാം. ഈ ക്വസ്റ്റ്യനിൽ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, 3,51,000. ഓക്കെ, സോ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ അത് നോക്കാം. 3,51,000 മൈനസ് 15,000 മൈനസ് 1,20,000 മൈനസ് 1,70,000 മൈനസ് 96,000. സോ 3,000 ക്രെഡിറ്റ് സൈഡിലാണ് കുറവ്. ഓക്കെ, എത്ര രൂപയുടെ കുറവുണ്ട്? 3,000. ശ്രദ്ധിക്കുക, ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്, ഓപ്പണിങ്ങും തന്നിട്ടുണ്ട്. സോ ഇത്തരം ക്വസ്റ്റ്യനിൽ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ നോക്കി, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ബാലൻസിങ് ഫിഗർ ആയിട്ട് വരുന്നത് ഒന്നുകിൽ ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഈ ക്വസ്റ്റ്യനിൽ എന്തുണ്ട്? ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെബിറ്റ് സൈഡാണ് കുറവെങ്കിൽ അത് സർപ്ലസ് ആയിരിക്കും, ക്രെഡിറ്റ് സൈഡിലാണ് കുറവെങ്കിൽ അതെന്ത് ഷോർട്ടേജ് ആയിരിക്കും. സോ ഷോർട്ടേജ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഷോർട്ടേജ് ആണ് 3,000 ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, സർപ്ലസോ ഷോർട്ടേജോ അല്ലെങ്കിൽ ലോസ് ഓഫ് ഗുഡ്സോ ഇത് മൂന്നും തന്നിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യണം? ഇൻവോയ്സ് പ്രൈസ് വേറെ, കോസ്റ്റ് പ്രൈസ് വേറെ എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. സോ ഇവിടെ എത്രയാണ് ഷോർട്ടേജ് കിട്ടിയിരിക്കുന്നത്? 3,000. നമുക്ക് നോക്കാം, ഇത് കാൽക്കുലേഷൻസ് നമുക്ക് കാണാം. സോ ബാലൻസിങ് സ്റ്റോക്ക് അക്കൗണ്ട് 3,000 ആണ്. ഇതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? സ്പോയിലേജ് അല്ലെങ്കിൽ ഷോർട്ടേജ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഷോർട്ടേജ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? ലോഡിങ് ഇൻ ഷോർട്ടേജ് ഫസ്റ്റ് കണ്ടുപിടിക്കണം. ലോഡിങ് ഇൻ ഷോർട്ടേജ്. ഇൻവോയ്സ് എത്രയാണ്? 1/6 ആണ്. സോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 3,000 ഇൻറ്റു 1/6 = 500. ദെൻ ബാലൻസ് എത്രയുണ്ട്? 3,000 മൈനസ് 500 = 2,500. ഓക്കെ, ഇവിടെ ഷോർട്ടേജ് ആണെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് എത്രയാണോ അല്ലെങ്കിൽ ലോഡഡ് പ്രൈസ് എത്രയാണോ അത് നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എത്രയാണോ ഇൻവോയ്സ് പ്രൈസ് അല്ലെങ്കിൽ എത്രയാണോ ആ ലോഡഡ് പ്രൈസ് അത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ബാക്കി വരുന്ന എമൗണ്ടിനെ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഈ ട്രീറ്റ്മെൻറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിച്ചോണം, നമുക്കിതുപോലെ ഷോർട്ടേജോ സർപ്ലസ് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഞ്ച് ആ ലോഡഡ് പ്രൈസ് എത്രയാണോ അത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്കും അഡീഷണൽ ആയിട്ട് വന്ന എമൗണ്ട് എത്രയാണോ അത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, സോ ബ്രാഞ്ച് ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ എല്ലാം റെക്കോർഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 500. ദെൻ അടുത്ത 2,500 ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 2,500. ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റോക്ക് അക്കൗണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന അക്കൗണ്ട് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടാണ്. ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട്? ബാലൻസ് ബ്രോഡ് ഓൺ, ഓപ്പണിംഗ് ബാലൻസ്, ദെൻ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുന്ന ക്രെഡിറ്റ് സെയിൽസ്. എഴുതേണ്ടത് ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സെയിൽസിനെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ദെൻ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്, അലവൻസസ്, ഡിസ്കൗണ്ട്, ബാഡ് ഡെറ്റ്സ്, റിട്ടേൺസ്, ബാലൻസ് ക്യാരിഡ് ഓൺ. ഓക്കെ, ഏതെങ്കിലും ആയിരിക്കും ബാലൻസിങ് ഫിഗറായിട്ട് വരുന്നത്. സോ നമുക്കത് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ശ്രദ്ധിക്കാം, ഒന്നുകിൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ബാലൻസ് ക്യാരിഡ് ഓൺ ആയിരിക്കും. ഓക്കെ, എങ്ങനെയാണെന്നുള്ളത് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ, സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് അറ്റ് ദി ബിഗിനിങ് അത് നമ്മൾ വേണ്ട. നെക്സ്റ്റ് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇത് നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് ഡെറ്റേഴ്സ് അറ്റ് ബ്രാഞ്ച് അറ്റ് ദി ബിഗിനിങ്. സോ ഇത് എവിടെ വരും? ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ വരും. ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞ് ഇതിലാണ് ഓപ്പണിംഗ് ചെയ്യുന്നത്. ദെൻ ഗുഡ്സ് ടെൻ ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡ്യൂറിങ് ദി ഇയർ ആവശ്യമില്ല. റിട്ടേൺസ് ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ് എടുത്തു കഴിഞ്ഞു. ദെൻ ക്യാഷ് സെയിൽസ് എടുത്തു കഴിഞ്ഞു. ദെൻ ടോട്ടൽ സെയിൽസിൽ അതിൽ നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിച്ചു. സോ ക്രെഡിറ്റ് സെയിൽസ് ആയ 1,17,000
ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് എവിടെ റെക്കോർഡ് ചെയ്യും? ഡെബിറ്റ് സൈഡിൽ എന്തെന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. ദെൻ റെസീവ്സ് ഫ്രം ഡെറ്റേഴ്സ്, അതായത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ആണ് 88,000. ദെൻ ഡിസ്കൗണ്ട് ആൻഡ് അലവൻസസ് ടു ഡെറ്റേഴ്സ്, ഇത് ശ്രദ്ധിച്ചോണം. ഡിസ്കൗണ്ട് ആൻഡ് അലവൻസസ് ടു ഡെറ്റേഴ്സ് ഇത് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും? ക്രെഡിറ്റ് സൈഡ് ഓഫ് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത് 2,000. പക്ഷേ റെക്കോർഡ് ചെയ്യുന്നത് എന്തായിട്ട് റെക്കോർഡ് ചെയ്യണം? ബ്രാഞ്ച് എക്സ്പെൻസസ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ എക്സ്പെൻസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ 2 ഐറ്റംസാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. നോക്കിയോ, 2 ഐറ്റംസാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ഒന്ന് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടും രണ്ടാമത്തത് ബാങ്കും. എക്സ്പെൻസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ 2 ഐറ്റംസ് ഡെബിറ്റ് സൈഡിൽ വരുന്ന ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്, രണ്ടാമത്തത് ബാങ്ക്. ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ബാഡ് ഡെറ്റ്സോ അലവൻസസോ ഡിസ്കൗണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെന്തായിട്ട് വരും? ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് ആയിട്ട് കരുതും. ഓക്കെ, ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ബാഡ് ഡെറ്റ്സോ അലവൻസസോ ഡിസ്കൗണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെന്തായിട്ട് കരുതും? ബ്രാഞ്ച് ഡെറ്റേഴ്സിൽ ബ്രാഞ്ച് എക്സ്പെൻസസ് ആയിട്ട് ചെയ്യും. സോ ഇങ്ങനെയുള്ള ഐറ്റംസ് റിട്ടേൺസ് ഒഴികെ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ അലവൻസസ്, ഡിസ്കൗണ്ട്, ബാഡ് ഡെറ്റ്സ്, റിട്ടേൺസ് വരില്ല. ഈ 3 ഐറ്റംസ് ഇതേ സാധാരണ വരാറുള്ളൂ ക്വസ്റ്റ്യൻസിൽ. ഈ 3 ഐറ്റംസ് കൂടുതൽ വരാറില്ല. 3 ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. എക്സ്പെൻസ് അക്കൗണ്ട്, അതായത് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് വേറെ റിട്ടേൺസ് ബൈ ഡെറ്റേഴ്സ്. റിട്ടേൺസ് ബൈ ഡെറ്റേഴ്സ്, ഡെറ്റേഴ്സിൽ നിന്ന് റിട്ടേൺ ചെയ്ത് അത് നമ്മളെവിടെ എഴുതി? ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തു. ഇതെവിടെയും വരും? ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും വരും. ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യും. ദെൻ റെമിറ്റൻസ് ഫോർ ബ്രാഞ്ച് നമുക്ക് ആവശ്യമില്ല. ക്ലോസിംഗ് ഡേറ്റ് ഓഫ് സ്റ്റോക്കിൻ്റെതും ആവശ്യമില്ല. എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ്ങും ആവശ്യമില്ല. നമുക്ക് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് ഡെറ്റേഴ്സ്, ബാലൻസ് ബ്രോഡ് ഓൺ. ഓപ്പണിംഗ് ഡെറ്റേഴ്സ് എത്രയുണ്ട്? ഓപ്പണിംഗ് ഡെറ്റേഴ്സ് 12,000 ആണ്. ഓപ്പണിംഗ് ഡെറ്റേഴ്സ് 12,000. ദെൻ നെക്സ്റ്റ് ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസ് നമ്മൾ പക്ഷേ എന്തെന്ന് പറഞ്ഞ് എഴുതും? ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞാണ് ക്രെഡിറ്റ് സെയിൽസ് എഴുതുന്നത്. ബ്രാഞ്ച് സ്റ്റോക്ക് ബ്രാക്കറ്റിൽ ക്രെഡിറ്റ് സെയിൽസ് ഫോർ എ റെഫറൻസ് 1,17,000. ദെൻ നെക്സ്റ്റ് റെസീപ്റ്റ്സ് ഫ്രം ഡെറ്റേഴ്സ്, അതായത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെസീപ്റ്റ്സ് ഫ്രം ഡെറ്റേഴ്സ് എന്ന് വെച്ചാൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്. സോ അതെന്ത് ചെയ്യും? ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട്, ക്യാഷ് എന്നോ ബാങ്ക് എന്ന് കൊടുത്താലും മതി കേട്ടോ. ബൈ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ 88,000. ദെൻ ഡിസ്കൗണ്ട് ആൻഡ് അലവൻസസ് ടു ഡെറ്റേഴ്സ്. ഇതെവിടെ ഇത്? ക്രെഡിറ്റ് സൈഡ് ഓഫ് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ 2,000 എഴുതും. ഡിസ്കൗണ്ട് ആൻഡ് അലവൻസസ് ഞാൻ നേരത്തെ പറഞ്ഞു. അതെങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? ബൈ ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട്. ബൈ ബ്രാഞ്ച് എക്സ്പെൻസസ് എമൗണ്ട് 2,000. ഓക്കെ, ദെൻ റിട്ടേൺസ് ബൈ ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സ് എന്നുള്ള റിട്ടേൺസ് ആണ്. ഇത് നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ഓൾറെഡി ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ബൈ ബ്രാഞ്ച് സ്റ്റോക്ക് എന്നും പറഞ്ഞ് റെക്കോർഡ് ചെയ്യണം. എമൗണ്ട് 6,000. ഓക്കെ, ദെൻ ഇത്ര ഐറ്റംസ് മാത്രമേ ഉള്ളൂ. സോ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടി വരുന്നത് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 12,000 പ്ലസ് 1,17,000 ടോട്ടലിൽ 1,29,000. 1,29,000 minus 88,000 minus 2,000 minus 6,000 is equal to 33,000.
ഇതാണ് എന്തെന്ന് പറയുന്നത് ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ. ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ, ഇതാണ് ബാലൻസിങ് ഫിഗർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്. നെക്സ്റ്റ് അടുത്ത പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന അക്കൗണ്ട് ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട്. ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ഒന്ന് ബ്രാഞ്ച് ഡെറ്റേഴ്സിലുണ്ടാകുന്ന എന്തെങ്കിലും എക്സ്പെൻസുകൾ, ബാഡ് ഡെറ്റ്സ്, ഡിസ്കൗണ്ട്, അലവൻസസ് എന്തെങ്കിലും, അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എക്സ്പെൻസസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. ഇത്ര ഐറ്റംസാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് വരുന്നതിനെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫറാണ് ചെയ്യുന്നത് ബാലൻസിങ് ഫിഗർ. സോ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ക്വസ്റ്റ്യനിൽ എക്സ്പെൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ പറയുന്നുണ്ട്, ഇതെടുത്തു. ദെൻ ഡിസ്കൗണ്ട് ആൻഡ് അലവൻസസ് ടു ഡെറ്റേഴ്സ്. ഇത് നമ്മൾ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞാണ് പ്രിപ്പയർ ചെയ്തത്. സോ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യും, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയുണ്ട്, 2000 rupees ഉണ്ട്. 2000. ഓക്കെ, നെക്സ്റ്റ് റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസിന് വേണ്ടിയിട്ട് ബ്രാഞ്ചിൽ റെമിറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിനെന്തെന്ന് പറഞ്ഞെഴുതും, ടു ബാങ്ക് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എമൗണ്ട് 20,000. ഓക്കെ, ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ, റെമിറ്റൻസ് ടു ബ്രാഞ്ച്, സ്റ്റോക്ക്, എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ് ക്ലോസിംഗ് ഡേറ്റിലുള്ള എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ്. സോ ബ്രാഞ്ച് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് 2000. ഇത്ര ഐറ്റംസ് മാത്രമേ ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ടിലുള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ല. സോ ടോട്ടൽ 2000 plus 20,000 plus 2,000 24,000. 24,000 ഈ എമൗണ്ടാണ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 24,000. ഓക്കെ, നെക്സ്റ്റ് അക്കൗണ്ട് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, ഈ അക്കൗണ്ട് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത്, വെൻ ദ ഗുഡ്സ് ആർ സെൻഡ് അറ്റ് ഇൻവോയ്സ് പ്രൈസിൽ അയക്കുമ്പോൾ മാത്രമേ ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് ഉള്ളൂ. ഓക്കെ, സോ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ വരുന്നത് ലോഡഡ് പ്രൈസുകൾ മാത്രമായിരിക്കും. ലോഡഡ് പ്രൈസ് ആയിട്ടുള്ള അഡീഷണൽ ആയിട്ട് ഗുഡ്സിനോടൊപ്പം എത്ര രൂപ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് ആ അഡീഷണൽ എമൗണ്ട് മാത്രമേ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ വരത്തുള്ളൂ. സോ ഇതിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്താണ്, ക്ലോസിംഗ് സ്റ്റോക്ക് റിസർവ്. അതായത് ക്ലോസിംഗ് സ്റ്റോക്കിൽ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ക്ലോസിംഗ് സ്റ്റോക്കിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടെങ്കിലും ഇൻവോയ്സ് പ്രൈസിലാണെങ്കിൽ അതിൻ്റെ അഡീഷണൽ പ്രൈസ് എത്രയാണോ അത്. ദെൻ പ്രോഫിറ്റ് എലമെൻറ്റ് ഓഫ് സ്റ്റോക്ക് ഷോർട്ടേജ് ഈ ക്വസ്റ്റനിലുണ്ട്. സോ അതിൽ പ്രോഫിറ്റ് എലമെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് എത്രയാണോ അത്. ദെൻ വാല്യൂ ഓഫ് ലോസ് ഇൻ വെയിറ്റ്, എന്തെങ്കിലും ലോസ് വൈസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്, ലോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് ഈ ക്വസ്റ്റനിൽ അതില്ല. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് റിസർവ്, ക്വസ്റ്റനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ആ സ്റ്റോക്കിൻ്റെ എത്രയാണോ അഡീഷണൽ വന്നിരിക്കുന്നത് അത്. ദെൻ എലമെൻറ്റ് ഓഫ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് അയച്ചതിലുള്ള അഡീഷണൽ എത്രയാണോ അത്. ദെൻ പ്രോഫിറ്റ് എലമെൻറ്റ് ഓഫ് സ്റ്റോക്ക് സർപ്ലസിൽ എന്തെങ്കിലും പ്രോഫിറ്റ് എലമെൻറ്റ് ഉണ്ടെങ്കിൽ അത്. ഈ ക്വസ്റ്റനിൽ ഷോർട്ടേജ് ആണ് ഉണ്ടായിരിക്കുന്നത്. സോ നമുക്ക് ഓരോന്നിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വർക്കിംഗ് നോട്ടിൽ ചെയ്യാം. ഈ ക്വസ്റ്റനിൽ ബ്രാഞ്ചിന് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് റിസർവും ക്ലോസിംഗ് സ്റ്റോക്ക് റിസർവും കണ്ടുപിടിക്കണം. ദെൻ അതുപോലെ തന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഉണ്ട്, അതിൽ അഡീഷണൽ എമൗണ്ട് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ അഡീഷണൽ എമൗണ്ട് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. ദെൻ അതുപോലെ ഇവിടെ ഷോർട്ടേജ് ഉണ്ട്, നമ്മളത് ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. എന്തെങ്കിലും ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് എത്ര രൂപയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, 500 rupees. ഇത് ഓൾറെഡി കണ്ടുപിടിക്കണം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെതും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെതും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും അഡീഷണൽ എമൗണ്ട് അല്ലെങ്കിൽ ലോഡഡ് പ്രൈസ് എത്രയാണോ അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ലോഡഡ് പ്രൈസ്. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് 30,000 1/6 എത്രയാണ്, 1/6 എന്ന് പറയുന്നത് 5,000. 30,000 1/6 എന്ന് പറയുന്നത് 5,000. ഒന്ന്
ദെൻ രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് സ്റ്റോക്ക് റിസർവ് അല്ലെങ്കിൽ ലോഡഡ് പ്രൈസ്. സ്റ്റോക്ക് റിസർവ് ഓർ ലോഡഡ് പ്രൈസ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര ഉണ്ടായിരുന്നു? ക്ലോസിംഗ് സ്റ്റോക്ക് 96,000 ഉണ്ട്. സോ 96,000 ഇൻറ്റു 1/6 എത്ര കിട്ടും? 16,000. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് മൂന്നാമത്തത് ലോഡിംഗ് ഓൺ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ചിലേക്ക് ആ വർഷം ഗുഡ്സ് അയച്ചത് 3,15,000 ആണ്. സോ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കണം. ഈ ക്വസ്റ്റ്യനിൽ എന്തുണ്ട്? 3,15,000 ഗുഡ്സാണ് ആ വർഷം ബ്രാഞ്ചിലേക്ക് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 15,000 ഗുഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചയച്ചിട്ടുണ്ട്. അതായത് നോർമൽ ഇഫക്റ്റിൽ എത്ര ഗുഡ്സ് മാത്രമേ ബ്രാഞ്ചിൽ കിട്ടിയിട്ടുള്ളൂ? 3,00,000 ഗുഡ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കാരണം 3,10,000 അയച്ചതിൽ 15,000 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റിട്ടേൺ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നെറ്റ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചാണ്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെ നെറ്റാണ്. സോ 3,15,000 ആണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. സോ അവിടെ റിട്ടേൺസ് എത്രയുണ്ട്? റിട്ടേൺസ് ടു ഹെഡ് ഓഫീസ് ഓർ ബ്രാഞ്ചിലേക്കോ ഹെഡ് ഓഫീസിലേക്കോ എന്തെങ്കിലും റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് എത്രയുണ്ട്? 15,000. Therefore നെറ്റ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറയുന്നത് 3,15,000 മൈനസ് 15,000 ഈസ് ഈക്വൽ ടു 3,00,000. 3,00,000ൻ്റെ എത്ര? 1/6 എത്ര കിട്ടും? 50,000. ഇതാണ് ലോഡഡ്. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് റിസർവ് 5,000, ക്ലോസിംഗ് സ്റ്റോക്ക് റിസർവ് 16,000, ലോഡിംഗ് ഓൺ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എത്ര? 50,000. ഓക്കെ. സോ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് റിസർവ് എവിടെ എഴുതുക? ക്രെഡിറ്റ് സൈഡിൽ. ബൈ സ്റ്റോക്ക് റിസർവ് ഓപ്പണിംഗ് ആണേ. ഓപ്പണിംഗ് എത്ര ഉണ്ടായിരുന്നു? 5,000. ക്ലോസിംഗ് സ്റ്റോക്ക് റിസർവ് എവിടെ റെക്കോർഡ് ചെയ്യുക? ക്രെഡിറ്റ് സൈഡിൽ, ഡെബിറ്റ് സൈഡിൽ. സ്റ്റോക്ക് റിസർവ് ബ്രാക്കറ്റിൽ ക്ലോസിംഗ് എത്ര ഉണ്ടായിരുന്നു? 16,000. ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് അയച്ചത് 15,000 ആണ് ലോഡിങ് കണ്ടുപിടിച്ചത്. ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എത്ര കിട്ടി? 50,000 നമ്മൾ കണ്ടുപിടിച്ചത്. ദെൻ എന്ത് ചെയ്യണം? ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഷോർട്ടേജിലൂടെ വന്നത്. സ്റ്റോക്ക് അക്കൗണ്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ടുള്ള ഷോർട്ടേജിലുണ്ടായിരുന്നത്. സോ അത് ഈ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്തെന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യുക? ടു ബ്രാഞ്ച് സ്റ്റോക്ക്. സോ ഷോർട്ടേജാണ്, നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഷോർട്ടേജ് എന്ന് എഴുതുക. എമൗണ്ട് 500. ഓക്കെ. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ബാലൻസ് ചെയ്യുമ്പം ടോട്ടൽ ബാലൻസ് ഡെബിറ്റ് സൈഡിലോ ക്രെഡിറ്റ് സൈഡിലോ എന്തെങ്കിലും കുറവ് വരണമെങ്കിൽ ഒന്നെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ കൂടുതൽ എവിടെയാണ്? ക്രെഡിറ്റ് സൈഡിലാണ്. 55,000 ആണ് ടോട്ടൽ. 55,000 നിന്ന് 16,000 + 500, 16,500 പോകുമ്പോൾ ബാലൻസ് 38,500. സോ ഗ്രോസ് പ്രോഫിറ്റാണ് ഇതിൽ. ഈ ഗ്രോസ് പ്രോഫിറ്റിനെ എങ്ങോട്ടേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും ആ അക്കൗണ്ട് വിശദമായിട്ട് നമ്മൾ മെത്തേഡ് മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അടുത്ത മെയിനായിട്ടുള്ള അടുത്ത അക്കൗണ്ട് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എല്ലാ അക്കൗണ്ടിൻ്റെ ബാലൻസുകളാണ് നമ്മളിതിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് എന്താണ്? ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട്. അതായത് എക്സ്പെൻസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്കൊരു ബാലൻസ് കിട്ടിയായിരുന്നു.
നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ഡെബിറ്റ് സൈഡെല്ലാം കൂട്ടിയിട്ട് ക്രെഡിറ്റ് സൈഡ് കുറച്ച്, ക്രെഡിറ്റ് സൈഡിൽ ഒരു 24,000 വന്ന് അതാണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ എഴുതേണ്ട ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട്. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ്, കോസ്റ്റ് ഷോർട്ടേജ്. നമുക്ക് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ എന്തുണ്ട്, ഒരു ഷോർട്ടേജ് വന്നിട്ടുണ്ട് 2,500. 3,000-ൻ്റെ ഷോർട്ടേജ് വന്നു. അതിൽ 500 ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ, ബാക്കി നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഷോർട്ടേജ് ഈ ക്വസ്റ്റ്യനിൽ ഇത്. ദെൻ ക്രെഡിറ്റ് സൈഡിൽ എന്താണ്, ഗ്രോസ് പ്രോഫിറ്റ് ഫ്രം ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ. ദെൻ കോസ്റ്റ് ഓഫ് സർപ്ലസ്, ഇഫ് ഇനി സർപ്ലസ് ആണുള്ളതെങ്കിൽ അത് ബ്രാഞ്ച് സ്റ്റോക്കിൽ നിന്ന് സർപ്ലസ് ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്താണ്, ഷോർട്ടേജ് ആണ്. ഷോർട്ടേജ് മാത്രമല്ല എപ്പോഴും വരുന്നത്, ചിലപ്പോൾ സർപ്ലസ് ആയിരിക്കും. അപ്പോൾ സർപ്ലസിൽ എന്തെങ്കിലും കോസ്റ്റ് ഉണ്ടെങ്കിൽ ആ കോസ്റ്റ് എമൗണ്ട്. ദെൻ എന്തെങ്കിലും എമൗണ്ട് റിക്കവർ ഫ്രം ഇൻഷുറൻസ് കമ്പനി. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു തരത്തിലുള്ള എമൗണ്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് റിക്കവർ ചെയ്യുന്നില്ല. സോ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആദ്യം ഡെബിറ്റ് സൈഡിൽ എന്തുണ്ട്, ഡെബിറ്റ് സൈഡിലാണ് ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട്. ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ടിൻ്റെ വന്ന ബാലൻസ് ആയ 24,000. ദെൻ അതുപോലെ തന്നെ ഡെബിറ്റ് സൈഡിൽ ഈ ക്വസ്റ്റ്യനിൽ എന്താണ്, ബ്രാഞ്ച് ഷോർട്ടേജ് ആണ് ഉണ്ടായിരിക്കുന്നത്, കോസ്റ്റ് ഓഫ് ഷോർട്ടേജ്. ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഷോർട്ടേജ് എത്ര ഉണ്ടായിട്ടുണ്ട്, 2,500 ആണ്. ഓക്കെ, അത് നമുക്ക് നേരത്തെ തന്നെ കിട്ടിയിരുന്നു. സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ്, ഗ്രോസ് പ്രോഫിറ്റാണ് കിട്ടിയത്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഗ്രോസ് പ്രോഫിറ്റാണ് കിട്ടിയത്. അത് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, അതായത് ഗ്രോസ് പ്രോഫിറ്റ് എമൗണ്ട് എത്രയുണ്ട്, 38,500. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ഇത്രയേ ഉള്ളൂ. സോ ടോട്ടൽ ചെയ്യുക. കൂടുതൽ എവിടെയാണ്, 38,500 ആണ് കൂടുതൽ. 38,500 നിന്ന് 24,000 പ്ലസ് 2,500, അതായത് 26,500 പോകുമ്പം ബാക്കി 12,000. ഈ 12,000 എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഇതാണ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, ബ്രാഞ്ചിൻ്റെ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, 12,000 ആണ്. ഇത് ജനറൽ P&L അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ജനറൽ P&L അക്കൗണ്ട് അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതിയാൽ 12,000 നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, ദെൻ ലാസ്റ്റ് അക്കൗണ്ട് ഗുഡ്സ് സെൻറ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഗുഡ്സ് സെൻറ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട് മറ്റ് അക്കൗണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എവിടെയൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ബ്രാഞ്ച് സ്റ്റോക്കിലും ബ്രാഞ്ച് ഡെറ്റേഴ്സിലോ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലോ എവിടെയൊക്കെ ഗുഡ്സ് സെൻറ്റ് ടു ബ്രാഞ്ച് എന്ന് എഴുതിയിട്ടുണ്ടോ അതെല്ലാം അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതുക എളുപ്പത്തിന്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്ത അക്കൗണ്ട് ഏതാണ്, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടാണ് നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, സോ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ എവിടെയൊക്കെ ഗുഡ്സ് സെൻറ്റ് ടു ബ്രാഞ്ച് എന്ന് എഴുതിയിട്ടുണ്ട്, ഡെബിറ്റ് സൈഡിൽ ഒരു ഗുഡ്സ് സെൻറ്റ് ടു ബ്രാഞ്ച് തൊട്ട് 3,15,000. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ ഒരു ഗുഡ്സ് സെൻറ്റ് ടു ബ്രാഞ്ച് ഉണ്ട് 15,000. ഇതെല്ലാം ഗുഡ്സ് സെൻറ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ എഴുതുക. സോ ഗുഡ്സ് സെൻറ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൽ 3,15,000 എന്നുള്ള ഗുഡ്സ് സെൻറ്റ് ടു ബ്രാഞ്ച് എവിടെയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, ഡെബിറ്റ് സൈഡിലാണ്. സോ അത് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും, ഗുഡ്സ് സെൻറ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മളെ റൂളാണ്, ഡെബിറ്റും ക്രെഡിറ്റും തമ്മിലുള്ള റൂളാണ്. സോ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എത്രയുണ്ട്, 3,15,000. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലൊരു 15,000 ഉണ്ട്. അതെവിടെ പോകും, ഗുഡ്സ് സെൻറ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പോകും. ബ്രാഞ്ച് സ്റ്റോക്ക് എന്നിട്ട് പറഞ്ഞിട്ട് 15,000. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ അത്രേ ഉള്ളൂ. ഇനി ബ്രാഞ്ച് ഡെറ്റേഴ്സിൽ എന്തെങ്കിലും ഗുഡ്സ് സെൻറ്റ് ടു ബ്രാഞ്ച് ഉണ്ടോ എന്ന് നോക്കാം. ഡെബിറ്റ് സൈഡിലില്ല, ക്രെഡിറ്റ് സൈഡിലില്ല. സോ വെയിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ടിൽ ഗുഡ്സ് സെൻറ്റ് ടു ബ്രാഞ്ച് എന്ന് എവിടെയെങ്കിലും ഉണ്ടോ, ഇല്ല. സോ ലീവ് ഇറ്റ്. അടുത്ത ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ഒരു ഗുഡ്സ് സെൻറ്റ് ടു ബ്രാഞ്ച് എന്നുണ്ട് 50,000. ഓക്കെ, സോ ഏതാണ് അക്കൗണ്ട്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. സോ ക്രെഡിറ്റ് സൈഡിലാണുള്ളത്. സോ ബ്രാഞ്ച്
ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എന്തെന്ന് പറഞ്ഞ് എഴുതുക, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതുക. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് എത്ര എമൗണ്ട് 50,000. ദെൻ നെക്സ്റ്റ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. സോ ഇനി എന്ത് ചെയ്യുക, ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. കൂടുതൽ എവിടെയാണ്, ക്രെഡിറ്റ് സൈഡിലാണ്. 3,15,000. സോ ബാലൻസ് കുറവ് എത്ര, 65,000 പോകുമ്പം ബാലൻസ് 2,50,000. ഈ 2,50,000 ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. സോ ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ബാലൻസ് എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഇതാണ് ഇൻവോയ്സ് പ്രൈസിൻ്റെ കുറച്ച് ഡൗട്ടുണ്ട്, വളരെയധികം കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു പോർഷനാണ്. സോ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് കാണുക ഓരോന്നും. നമുക്ക് 6 അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ബ്രാഞ്ച് സ്റ്റോക്ക്, ബ്രാഞ്ച് ഡെറ്റേഴ്സ്, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ്, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് ആൻഡ് ബ്രാഞ്ച് ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, സോ 1 by 1 ആയിട്ട് ഓരോന്ന് നോക്കുക, റിപ്പീറ്റ് ചെയ്ത് കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.